ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFAയും വെബ്ക്വളിറ്റീസും അല്ലേ ഏകദേശം ഒരേ പാറ്റേണിൽ നിങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരേ സമയത്തൊക്കെയായിട്ട് അല്ലെങ്കിൽ ഒരേ ടൈം പീരിയഡിലൊക്കെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ LD എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകൾ അല്ലേ. അപ്പോൾ പലർക്കും അറിയാവുന്ന പോലെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ആണ് VFAക്ക് നമുക്ക് എന്ത് വരുന്നില്ല, പ്രിലിംസ് വരുന്നില്ല, മെയിൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അല്ലേ. പക്ഷേ ബിവറേജ് LD വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ആദ്യം നമുക്കൊരു പ്രിലിംസ് ക്ലിയർ ചെയ്യണം, അതിനുശേഷം മാത്രമേ നമ്മൾ എന്തിലേക്ക് എത്തുന്നുള്ളൂ, ഈ പറയുന്ന പോലെ മെയിൻസ് എക്സാമിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഏതിന് നമ്മൾ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിന് ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ സാധ്യത വരിക, എവിടെയാണ് നമുക്ക് ജോലി സാധ്യത കൂടുതലായിട്ട് വരിക അല്ലെ. ഈ രണ്ട് ടൈപ്പ് പാറ്റേണിൽ എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് രണ്ടിനും ഒരു പ്രിപ്പറേഷനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടിനും ചാൻസിനെ അതിന് എഫക്ട് ചെയ്യോ, അതുകൊണ്ട് ഏത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് പലർക്കും ഒരു ആശയക്കുഴപ്പമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അതാണ് ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. പഠനത്തിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഉപരി രണ്ട് ജോലികൾ നോക്കുമ്പോൾ നിങ്ങളുടെ സാധ്യതകൾ എത്രത്തോളമാണ്, രണ്ടിന്റെയും നിയമനങ്ങളുടെയും അല്ലെങ്കിൽ ഈ രണ്ട് ജോലികളുടെയും പോസ്റ്റിങ്ങിന്റെ ട്രെൻഡ് ഒക്കെ നിലവിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ എക്സാം പഠിക്കുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ VFAയുടെ കേസ് നോക്കുമ്പോൾ അറിയാം, VFA എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ് അല്ലെ. ഡിസ്ട്രിക്ട് വൈസ് ആണ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും വരുന്നത്, ലിസ്റ്റ് അങ്ങനെയാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയുന്ന പോലെ LDയുടെ കേസ് വരുമ്പോഴത്തേക്ക്, വെബ്ക്വളിറ്റിയുടെ കേസ് വരുമ്പോഴത്തേക്ക് അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമുമാണ്. അപ്പൊ ഇതിലെ നിയമനങ്ങൾ നടക്കുന്ന ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VFAയുടെ കേസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഓരോ ജില്ലയിലുമായിട്ട് എത്ര നിയമനം നടക്കുന്ന നോക്കാം. ഏറ്റവും കൂടുതൽ നടന്ന ജില്ല എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, തൃശ്ശൂരാണ് അല്ലെ. ഈ VFAയുടെ കേസിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതിനുശേഷം നിങ്ങൾ നോക്കാൻ തിരുവനന്തപുരത്താണെങ്കിലും അതുപോലെ എന്താണ് എറണാകുളത്തൊക്കെ ആണെങ്കിലും അതുപോലെ മലപ്പുറം ജില്ല, കണ്ണൂർ, ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് അല്ലെ. അതായത് ആകെ എല്ലാ ജില്ലകളിലും കൂടി ടോട്ടൽ പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1604 അഡ്വൈസ് ആണ് നിലവിൽ VFAയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ ഇതൊരു നല്ലൊരു നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VFA എന്ന് പറയുന്നത് LD പോലെ എന്ത് ചെയ്യുന്നതല്ല, ഒരു ജംബോ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളൊന്നും ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് അല്ലേ ഇത് വരുന്നത്, ഈ പറയുന്ന VFAയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വന്നിരിക്കുന്ന പബ്ലിഷ് ചെയ്ത മെയിൻ ലിസ്റ്റ് ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട് അല്ലെ. കമ്പയർ ചെയ്ത് നിങ്ങൾ ട്രെൻഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുൻവർഷത്തെ ലിസ്റ്റിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ പല ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് 2027 വരെയാണ് ലിസ്റ്റ് എന്തെന്ന് പറയുന്നത് വാലിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കാലാവധി ആവുമ്പോഴത്തേക്ക് എല്ലാ ജില്ലകളിലും മുൻ വർഷങ്ങളിൽ നടന്നതിനേക്കാൾ നിയമനം VFAയുടെ കേസിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഈ വർഷം ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ ഉറപ്പായിട്ടും നടന്നിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡാണ് നമുക്ക് ഏതിന്റെ കേസിൽ കാണാനായിട്ട് പറ്റുന്നത്, VFAയുടെ കേസിൽ കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. ഒരു മാസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റ് ആണെന്ന് ഒന്നും നമ്മൾ പറയില്ല, എങ്കിൽ പോലും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത കമ്പാരറ്റീവ് വളരെ കൂടുതലായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത്. കാരണം ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിയമനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത്. ഒരുപാട് പേരെ എടുക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് നല്ലവണ്ണം പഠിച്ച് ലിസ്റ്റിൽ വന്നാൽ കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ കട്ട് ഓഫിന്റെ കാര്യമാണ്. നമുക്ക് അറിയാവുന്ന പോലെ എന്തില്ല, പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് മെയിൻസ് മാത്രമേ ഉള്ളൂ. മെയിൻസിൽ കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എന്നൊരു ജില്ല എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ജില്ലകളിൽ എന്താണ്, കട്ട് ഓഫും കൂടുതലാണ് അല്ലെ. തിരുവനന്തപുരത്ത് നിയമനങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു, ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകൾ പറയുന്നത് അല്ലെ. അപ്പൊ കട്ട് ഓഫ് സ്വാഭാവികമായിട്ട് എവിടെ കൂടുതലായിരുന്നു, ട്രിവാൻഡ്രത്ത് നിലവിൽ കുറവായിരുന്നു അല്ലെ. പക്ഷെ നിങ്ങൾ നോക്കുക പത്തനംതിട്ടയ്ക്ക് വരുമ്പോൾ എത്രയേ ഉള്ളൂ, 69 ഉള്ളൂ. സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ നിയമനങ്ങളുടെ എണ്ണവും എന്താണ്, കുറവാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു വേരിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട് VFAയുടെ കേസിൽ വരുന്നുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ തൃശ്ശൂർ പോലെ ജില്ലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്, അവിടെ ഉള്ളവർക്കൊന്നും പുറത്ത് പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അറിയാം ഈ പറഞ്ഞ നിയമനങ്ങൾ കൂടുതൽ കൊല്ലമാണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എല്ലാം എന്താണ് കട്ട് ഓഫ് വളരെ കൂടുതലാണ്. എറണാകുളത്ത് എന്താണ് 79, ഇടുക്കി 79 വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തൃശ്ശൂരാണെങ്കിൽ 79 റേഞ്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. കോഴിക്കോട് എന്താണ് കൂടുതലാണ്, കട്ട് ഓഫ് എന്താണ് കൂടുതലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് VFAയുടെ കട്ട് ഓഫ് വരുന്നത് അല്ലെ. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഏതിന്റെ കേസിൽ, VFAയുടെ കേസിൽ അല്ലെ. മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തില്ല, പ്രിലിംസ് ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമിന് ഹൈ കട്ട് ഓഫ് വാങ്ങാന്നുള്ളത് ലക്ഷ്യമായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, VFAയുടെ കേസിൽ നമുക്ക് ജോലി ഉറപ്പിക്കാനായിട്ട് പറ്റൂ അല്ലെ. കട്ട് ഓഫ് ഈ റേഞ്ച് വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരിക്കണം, 85+ മാർക്സ് എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നത്, ജോലിയാണ് ലക്ഷ്യം കാണുന്നതെങ്കിൽ
നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ത് വരുന്നുള്ളൂ, എക്സാമിന് വരുന്നുള്ളൂ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, ഇപ്പോഴേ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ VFA ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ബിവറേജ് എൽ ഡി അവിടെ വരികയാണ്. അവിടെ അതിന് ആദ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരുന്നാൽ പ്രിലിംസ് അവിടെ കിടക്കുമോ അല്ലെങ്കിൽ മെയിൻസിന് പിന്നെ സമയം കിട്ടുമോ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൺസേൺ കാണും അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരുന്ന ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് നിയമന സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ള ചോദിച്ചാൽ നമുക്ക് ബിവറേജ് എൽ ഡിയുടെ കേസ് ഒന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആണ് എന്ത് വരുന്നത്, നിയമനങ്ങൾ വരുന്നത് അല്ലെ. സ്റ്റേറ്റ് വൈഡ് ആണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാലാവധിയും എന്താണ്, 2027 വരെ തന്നെയാണ് കാലാവധി വരുന്നത്. അപ്പൊ ഇതിന്റെ നിങ്ങൾ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്രിലിംസ് എക്സാമിനേക്കാൾ കമ്പാരിറ്റീവ്ലി എന്താണ് കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്. 80.33 ആയിരുന്നു എന്തെന്ന് പറയുന്നത് ലാസ്റ്റ് ബിവറേജ് എൽ ഡി എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ മെയിൻസിലേക്ക് വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. 76.67 ആയിരുന്നു മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് മെയിൻസ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് എന്ത് തന്നെയാണ്, നമ്മൾ കുറച്ച് കൂടുതൽ ടാർഗറ്റ് വെച്ച് തന്നെ പഠിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് അല്ലെ. ചെറിയ കട്ട് ഓഫ് വെച്ച് സിമ്പിൾ ലിസ്റ്റ് പ്രിലിംസിനാണെങ്കിൽ പോലും എന്താണ് കട്ട് ഓഫ് കുറച്ചധികം കൂടുതലാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ വളരെ ആവശ്യമായിട്ട് വരുന്ന ഒരു ജോലി തന്നെയാണ് ഇത് ബിവറേജ് എൽ ഡി എന്നും പറയുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ നിങ്ങൾ കേസ് നോക്കുക, 1623 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെന്ററിയിലാണെങ്കിൽ 1532 പേരും, ഡിഫറൻറ്റ് ലെവൽ ലിസ്റ്റിൽ എത്ര ആയിരുന്നു, 46 പേരും. അങ്ങനെ ടോട്ടൽ 3201 പേരാണ് എന്ത് ചെയ്തിരുന്നത് കഴിഞ്ഞ വണത്തെ എന്താണ് ബിവറേജ് എൽ ഡിയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അല്ലെ. ടോട്ടൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എണ്ണം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3201 പേരിൽ നിന്നും ഇനി നിങ്ങൾ നോക്കിയാൽ അറിയാം ഏകദേശം 1 വർഷം ഇനി എന്തുള്ളൂ, കാലാവധി ഉള്ളൂ. ഇനി 1 വർഷമാണ് കാലാവധി വരുന്നത് അല്ലെ. ആ 1 വർഷം അതായത് 2 വർഷം കംപ്ലീറ്റ് ആയ ഈ ഒരു സാഹചര്യത്തിൽ 249 അഡ്വൈസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ആകെ അവിടെ പോയിരിക്കുന്നത്. 249 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് അല്ലെ. കുറവാണോ, തീർച്ചയായിട്ടും കുറവാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, ബിവറേജ് എൽ ഡിയിൽ കൂടും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസീസിന്റെ എണ്ണം കൂടും എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 249 പോയില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ 3201 പേരുള്ള ലിസ്റ്റിൽ നിന്നാണ് 249 അഡ്വൈസ് പോയിരിക്കുന്നത്. അത് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഈ പറയുന്ന പോലെ 249 വേക്കൻസീസ് ഉള്ളതിൽ ആകെ ഒരൊറ്റ പോസ്റ്റാണ് ഒരൊറ്റ ഫ്രഷ് വേക്കൻസിയാണ് ഇതുവരെ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അല്ലെ. ഒരൊറ്റ ഫ്രഷ് വേക്കൻസി എന്ത് ചെയ്തിട്ടുള്ളൂ റിപ്പോർട്ടിൽ, ബാക്കി എല്ലാം NJD ആണ്, നോട്ട് ജോയിനിങ് ഡ്യൂട്ടി ആണ് അല്ലെ. ഡ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാത്ത കാരണം ലിസ്റ്റിലുള്ളവർക്ക് ജോലി പോയിരിക്കുന്നതാണ് അല്ലെ, ഫ്രഷ് വേക്കൻസീസ് അല്ല അല്ലെ. അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് കഴിഞ്ഞ ലിസ്റ്റിൽ ഒരുപാട് നിയമങ്ങൾ കൂടുതൽ പോകുമെന്ന് പ്രതീക്ഷിച്ചൊരു പോസ്റ്റിന് ഇത്തവണ എന്താണ് ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയായിട്ട് ഒരുപാട് പേർക്ക് നിയമനം കിട്ടാത്തൊരു സാഹചര്യമാണ് ബിവറേജ് എൽ ഡിയുടെ കേസിൽ വന്നിരിക്കുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് ഇനിയും കുറച്ച് നിയമങ്ങൾ കൂടെ നടക്കും. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കൃത്യമായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറേ നാളിലായിട്ട് ബിവ്കോളിയുടെ കേസിൽ ഉണ്ടായിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എവിടെ നിലനിൽക്കുന്നുണ്ട്, ബിവറേജ് എൽ ഡിയുടെ കേസിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നൊക്കെ നല്ലൊരു മാർക്ക് വാങ്ങിയാൽ എന്ത് ചെയ്യാം, മെയിൻ ലിസ്റ്റിൽ വരാം. അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യാനായിട്ട് വരാനായിട്ട് പോകുന്നതും അല്ലെ. പക്ഷെ BFA ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ നിയമനത്തിന്റെ ശതമാനം അല്ലെങ്കിൽ നിയമനം കിട്ടുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ എന്താണ് ഈ പറഞ്ഞ കുറവാണ്. നമുക്ക് തോട്ട് വന്നാലും ഒരിക്കലും അല്ല അല്ലെ. പരീക്ഷ ചെയ്ത് ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കിയാൽ BFA എന്താണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. ബിവറേജ് എൽ ഡി ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചുമാണ്. നേരത്തെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ പറയുന്ന പോലെ ഫ്രഷ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകളും അതിന്റെ വിശദീകരണം കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ കൃത്യമായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് നമ്മുടെ അറിയിപ്പുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ പോലും നിലവിലെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിൽ വന്നിരിക്കുന്നത്, ബിവറേജ് എൽ ഡിയുടെ കേസിൽ വന്നിരിക്കുന്നത് അല്ലെ. ഫ്രഷ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 3201 പേരിൽ 249 അഡ്വൈസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ. 300 നമുക്ക് ഈ പറയുന്ന മാക്സ് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നിലവിലെ സാഹചര്യത്തിൽ അല്ലെ. അതുകൊണ്ട് ഇനി പുതിയ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വേക്കൻസീസും അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്നീ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് BFA ഒരുപാട് മുന്നിൽ തന്നെയാണ് എന്ന് നിലവിലെ ട്രെൻഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം അവിടെ കൃത്യമായിട്ട് വേക്കൻസിയും കാര്യങ്ങളും വരുന്നുണ്ട്. അത് പീരിയോഡിക് അതിന്റെ മാറ്റങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രശ്നം വരും. അപ്പോൾ ബെവ്ക്വൽഡീസ് നോക്കണ്ടേ അല്ലെങ്കിൽ BFA നോക്കണ്ടേ എന്നുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തന്നെയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 2 എക്സാം ആണെങ്കിലും നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ബിവറേജിലെ പ്രിലിംസ് ആണെങ്കിൽ പോലും BFAയുടെയും അതുപോലെ തന്നെ ബെവ്കോ മെയിൻസിന്റെയും നിങ്ങൾ BFA എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബെവ്കോയുടെ മെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെവ്കോയുടെ മെയിൻസിന്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും എന്താണ്, ഇത് രണ്ടും ഏകദേശം സെയിം സിലബസ് തന്നെയാണ്.
ബി എഫ് എയുടെ മെയിൻസിന്റെ സിലബസും അതുപോലെ ബി എഫ് എയുടെ സിലബസും അതുപോലെ ബെവ്കോ എൽ ഡി സിന്റെ മെയിൻസിന്റെ സിലബസും എന്താണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പൊ ആ സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് ജോബുകളുടെയും കേസ് നിങ്ങൾ നോക്കേണ്ട അല്ലെ. സാധ്യത ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചാൽ ഏതിന് തന്നെയാണ്, ബി എഫ് ഐക്ക് തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, രണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒറ്റ പഠനം മതി. ബി എഫ് എയുടെയും അതുപോലെ എന്താണ് ബെവ്കോ എൽ ഡി സിയുടെയും മെയിൻസിന്റെ ആ സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് എക്സാം ഒറ്റയിരുവിന് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രിലിംസിന്റെ കാര്യമൊന്നും, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന പോലെ മെയിൻസിന്റെ സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് കവർ ചെയ്ത് തന്നെ പോവാണ്, പ്രിലിംസിന്റെ സിലബസും കവർ ചെയ്യാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രിലിംസിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോസ് നോക്കുക. അത് വളരെ കുറച്ച് അല്ലെ, പ്രിലിംസിന് മാത്രം സെപ്പറേറ്റ് പഠിക്കേണ്ട നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, കവർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ആ പ്രിലിംസിന്റെ സിലബസും വെച്ച് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. മെയിൻസിന്റെ സിലബസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ രണ്ടിന്റെ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏതിലാണ് നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതൽ വെച്ചാൽ നിലവിലെ പ്രൊമോഷനും ട്രെൻഡും അല്ലെ നിലവിലെ നിയമനവും ട്രെൻഡും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് വിശകലനം ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. പക്ഷെ രണ്ടിനും ഞാൻ പറയുന്നു, ഒന്നിന് പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങൾ ഈ പറഞ്ഞ പഠനം രണ്ടിനും എന്ത് തന്നെയാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സെയിം ആയിട്ടുള്ള കാര്യം തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്ത് വേണ്ട, ഉണ്ടാകേണ്ട കാര്യമില്ല. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഈ VFA, ബെവ്കോ എൽ ഡി സി അതുപോലെ കമ്പനി ബോർഡ് LGS നിങ്ങൾക്ക് ഒരു ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 3 കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു 3-in-1 ബാച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ലിമിറ്റഡ് ടൈമിലൊക്കെ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, റിവിഷനും മറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. സോ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക, പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.